ഹായ് സ്റ്റുഡൻസ്, ഇപ്പോൾ JEE ആസ്പിരൻസിനെ സംബന്ധിച്ചിട്ട് ജെയുടെ എക്സാം ഡേറ്റ് നമുക്ക് അറിയായിരുന്നു 4 to 12 ആയിരുന്നു. അപ്പോൾ അതിൻ്റെ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാ എക്സാംസിൻ്റെയും ഷെഡ്യൂളിങ്ങിനെ പറ്റിയിട്ട് ഓൾമോസ്റ്റ് ഒരു ഐഡിയ ആയി. ഇനിയിപ്പോൾ JEE പേപ്പർ 2 എഴുതുന്ന കുട്ടികളെ സംബന്ധിച്ചിട്ട്, അതായത് BRK ആസ്പിരൻസിനെ സംബന്ധിച്ചിട്ട് April 12 കുറച്ചും കൂടി ദിവസം എക്സ്ട്രാ കിട്ടിയിരിക്കുകയാണ് നമുക്ക് പഠിക്കാനായിട്ട്. കഴിഞ്ഞ വട്ടമൊക്കെ ഫസ്റ്റ് ഡേയ്സിലായിരുന്നു ആർക്കിടെക്ചറിൻ്റെ എക്സാം നടന്നിരുന്നെങ്കിൽ ഇത്തവണ നമുക്കത് ലാസ്റ്റ് സെഷനിലേക്കാണ് വന്നിട്ടുള്ളത്. അതായത് 12-ാം തീയതിയാണ് എക്സാം ഉള്ളൂ. അപ്പോൾ നമുക്ക് അത്രയും കൂടുതൽ ദിവസം കിട്ടിയിരിക്കുകയാണ്. ഏകദേശം ഒരു 14-15 ഡേയ്സ് നമുക്ക് എക്സ്ട്രാ പഠിക്കാനായിട്ട് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ടിലേക്ക് എത്താവുന്നേ ഉള്ളൂ. എസ്പെഷ്യലി സൺഡേ ബാച്ച് സ്റ്റുഡൻസ് അല്ലെങ്കിൽ +1 +2 കറന്റ് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ ഈ ഒരു ഷോർട്ട് ടൈമിൽ അത് എങ്ങനെ ക്രാക്ക് ചെയ്യാന്നുള്ളത് ഇഗ്നൈറ്റിന് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് പല ഐഡിയാസ് ഇംപ്ലിമെന്റ് ചെയ്യാറുണ്ട്. പ്രീവിയസ് ഇയേഴ്സിനൊക്കെ അത് നല്ല റിസൾട്ട് തന്നിട്ടുള്ളൊരു ഐഡിയ ആണ്. അതുകൊണ്ടാണ് ഞാനത് അതിനെപ്പറ്റി ജസ്റ്റ് ഒന്നുകൂടി പറയുന്നത്. ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് JEE മാത്സ് ഫുള്ള് പഠിക്കാത്ത കുട്ടികളെ സംബന്ധിച്ചിട്ട് എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കാനുള്ളത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം മാർക്ക് ഓരോ സെഷനിലും ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതോടുകൂടി തന്നെ വളരെ നല്ല രീതിയിൽ ഡ്രോയിങ് വരയ്ക്കുക, ആപ്റ്റിറ്റ്യൂഡ് നല്ല രീതിയിൽ സ്കോർ ചെയ്യുക. മാത്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്, അത് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് പഠിച്ച് അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസുകൾ കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലാ ചാപ്റ്ററും പഠിച്ച് പോയിട്ട് കാര്യമുള്ള ബോർഡ് എക്സാം അല്ല JEE എന്ന് പറയുന്നത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള എക്സാമുകളിൽ ഒന്നാണ്. അപ്പോൾ നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് വളരെ ഫോക്കസ്ഡ് ആയിട്ടായിരിക്കണം മാത്സ് പഠിക്കേണ്ടത്. ഞാനിത് പറയുന്നത് 1 ഇയർ ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളെ ഉദ്ദേശിച്ചിട്ടല്ല. നമുക്കിപ്പോൾ ഷോർട്ട് ടൈം 15 ദിവസം കൊണ്ട് ഇത് എങ്ങനെ ക്രാക്ക് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്യുന്ന കുട്ടികളെ ഉദ്ദേശിച്ചിട്ടാണ് ഈ ഒരു സ്ട്രാറ്റജിയുമായിട്ട് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ 2 ഡ്രോയിങ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യത ഏതാണെന്ന് വളരെ ക്ലിയർ ആയിട്ട് നമുക്കറിയാം. അപ്പോൾ ആ 2 ക്വസ്റ്റ്യൻസുകൾ വളരെ ക്ലിയർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. ആപ്റ്റിറ്റ്യൂഡിൽ ഓരോ സെഷനിൽ നിന്ന് ചോദിക്കാൻ സാധ്യത ഒരു കൗണ്ട് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. ഇഗ്നൈറ്റിലെ പ്രാക്ടീസ് മോക്ക് ടെസ്റ്റ് എഴുതുന്ന കുട്ടികൾക്കെല്ലാം തന്നെ അതിനെ പറ്റിയിട്ട് നല്ലൊരു വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കും. അപ്പോൾ അതിലൊക്കെ ഒരു ടാർഗറ്റ് വെച്ചുകൊണ്ട് അത് അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഷോർട്ട് ടൈമിൽ ചെയ്യാറുള്ളത്. അറിയാത്ത ടോപ്പിക് ആണെങ്കിൽ അത് പഠിക്കുക, നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ എക്സാംസ് എഴുതി കൂടുതൽ കറക്ഷൻ മെഷേഴ്സ് എടുത്ത് നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷനുള്ള ടോപ്പിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് JEE എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷനുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്ന പ്രതീക്ഷിക്കുന്നു. ഇന്ത്യയിലെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിലായ SPA NITs ഒക്കെ അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ നമുക്ക് JEE 2 തന്നെ നല്ലൊരു പെർസെൻറ്റേജ് എത്തിയിരിക്കണം. താങ്ക് യു.